നവകേരള സദസ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇരവുരം, ചാടയമംഗലം, കടക്കൽ, ചാത്തന്നൂർ എന്നീ കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങൾ പര്യടനം പൂർത്തിയാക്കി വൈകുന്നേരത്തോടു കൂടിയാകും സദസ് തിരുവനന്തപുരത്തെത്തുക. വർക്കല മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി. അതേസമയം പ്രതിഷേധവും നവകേരള സദസ്സിനെതിരെ ഉണ്ടായേക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഒപ്പം സഞ്ചരിക്കുന്ന കേരള വിഷൻ്റെ വാർത്താ സംഘവും വിവരങ്ങളായി ചേരുന്നു. അമൽനാഥ് പാടിച്ചാലാണ് ചേരുന്നത്. അമൽനാഥ്, എന്തൊക്കെയാണ് ഈ ഇന്നത്തെ നവകേരള സദസ്സിൻ്റെ വിവരങ്ങൾ? ഇപ്പോൾ ഏത് മണ്ഡലത്തിലാണ് പര്യടനത്തിലുള്ളത്? അജിംഷാദ്, ഇന്ന് നവകേരള സദസ്സ് 13 ജില്ലകളിലെയും പര്യടനം പൂർത്തിയാക്കി ഏറ്റവും അവസാനത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് നവകേരള സദസ്സ് എത്തുക. അതേസമയം തന്നെ ഇന്ന് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി അവസാനത്തെ മന്ത്രിസഭാ യോഗവും ചേർന്നിട്ടുണ്ട്. 9 മണിയോടുകൂടിയാണ് മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുള്ളത്. നവകേരള സദസ്സിന്റെ ഭാഗമായി 5 മന്ത്രിസഭാ യോഗങ്ങൾ വിവിധ ഇടങ്ങളിലായി ചേരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ് കൊല്ലം ജില്ലയിൽ ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഇന്നത്തെ പര്യടനങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഏറ്റവും ആദ്യ മണ്ഡലം ഇരവിപുരം മണ്ഡലമാണ്. ശേഷം ചടയമംഗലം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് പര്യടനം നടത്തും. ഈ 3 മണ്ഡലങ്ങളിലെ പര്യടനത്തോടു കൂടിയാണ് കൊല്ലം ജില്ലയിലെ സദസ്സ് പൂർത്തിയാവുക. ഇതിനുശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മണ്ഡലത്തിലേക്ക് നവകേരള സദസ്സ് പ്രവേശിക്കും. ഇന്നും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. അതേസമയം തന്നെ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏകദേശം 500-ന് മുകളിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഈ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം തീർക്കുന്ന യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരെ പോലീസ് വളരെ ശക്തമായ രീതിയിൽ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുന്നതിനെതിരെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. കോൺഗ്രസിൽ തന്നെ അല്ലെങ്കിൽ UDF-ൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് യൂത്ത് കോൺഗ്രസും KSU ഇത്തരത്തിൽ പ്രതിഷേധവുമായി പോകുമ്പോൾ മർദ്ദനം ഏറ്റുവാങ്ങുകയും കോൺഗ്രസ് വെറുതെ പ്രസ്താവന മാത്രം ഇറക്കിക്കൊണ്ട് തെരുവിൽ ഇറങ്ങാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന ആരോപണം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് നിലവിൽ കോൺഗ്രസ് കൂടി ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. 500-ന് മുകളിൽ ഏകദേശം 524ഓളം പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ഇന്ന് ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതേസമയം തന്നെ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ പ്രതിഷേധങ്ങൾ ഇന്നും തുടർന്നേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയും ഇത്തരത്തിൽ കരുനാഗപ്പള്ളിയിലേക്കുള്ള യാത്രാമധ്യേ മുഖ്യമന്ത്രി വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കൊല്ലം മണ്ഡലത്തിലും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിൽ വലിയ രീതിയിൽ തന്നെയായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. അവസാന ദിവസമായി ഇന്നും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാഗത്തു നിന്നും കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സുരക്ഷ തന്നെയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഓരോ മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോഴും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ശക്തമായ ആരോപണങ്ങൾ തന്നെയാണ് നിലവിൽ പ്രതിപക്ഷത്തിനെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അതിദരിദ്രരായി തന്നെ നിലനിർത്തുകയും ഒപ്പം തന്നെ സമ്പന്നരെ സമ്പന്നരായി തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരളത്തോട് ഒരു വിധത്തിലുമുള്ള താല്പര്യവുമില്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആനുകൂല്യവും കേരളത്തിന് നൽകാത്തത് എന്ന രീതിയിലാണ് വിമർശനങ്ങൾ. അതേസമയം ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലയിലെ ഇരവുരം മണ്ഡലത്തിലാണ് ഇന്ന് നവകേരള സദസ്സ് ഉള്ളത്. ഇന്ന് തന്നെ കൊല്ലം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ കൂടി പൂർത്തീകരിച്ച് വൈകിട്ടോടുകൂടി തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. എൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ നൽകുന്നത്.